തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? പ്രമേയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാകും ഉണ്ടാകുക? സ്വാതി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. നേരത്തെ തന്നെ വിവിധ പാർട്ടികൾ, അതായത് BJP ഒഴികെയുള്ള സംസ്ഥാനത്തെ മുഖ്യ പാർട്ടികളൊക്കെ തീവ്ര വോട്ടർ പരിഷ്കരണം സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണ്ടതില്ല എന്ന നിലപാടാണ് വിവിധ പാർട്ടികൾക്കുള്ളത്. ആ നിലപാട് നാളെ നിയമസഭയിൽ പ്രമേയമായി അവതരിപ്പിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രമേയം അവതരിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യവ്യാപകമായി തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിയമസഭ ഇക്കാര്യത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് രാജ്യത്ത് തന്നെ ഇതാദ്യമാണ്. മുഖ്യമന്ത്രി തന്നെ ഈ പ്രമേയം അവതരിപ്പിക്കും എന്നുള്ളതാണ് സവിശേഷത. അതേസമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ CPM-നോട് ചേർന്നിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. അതേ നിലപാട് സഭയിലും പ്രതിപക്ഷം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശരി അർജുൻ.